നമ്മളങ്ങനെ പാരീസിലെ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങുകയാണേ. ഇന്ന് വൈകുന്നേരം വരെ നമ്മൾ പാരീസിലുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ ബെൽജിയമിലോട്ട് ഡ്രൈവ് ചെയ്യും. അപ്പോൾ എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് റൂം ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഇന്ന് പാരീസിലെ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങുകയാണ്. ഇന്ന് വൈകുന്നേരം വരെ നമ്മൾ പാരീസിലുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മൾ ഇവിടുന്ന് ഒരു കാർ റെൻറ്റ് ചെയ്തിട്ട് ബെൽജിയമിലോട്ട് ഡ്രൈവ് ചെയ്യണം. അപ്പം എന്താ നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ലിഫ്റ്റ് വന്നു. ചെറിയ ലിഫ്റ്റാണ് കണ്ടോ, പഴയ ടൈപ്പ് ലിഫ്റ്റാണ്. ഇത് തുറന്ന് ഇതിൻ്റെ അകത്ത് വേറെ ഒരു ഡോറൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഡോറ് പോലെ തുറക്കണം, അങ്ങനത്തെ പഴയ ടൈപ്പാണ്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കാർഫൂർ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിച്ചില്ലേ, ഇന്ന് നമ്മൾ കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അങ്ങനെ റെഡി ടു ഈറ്റ് വരെ സാധനം എടുക്കാം. ഓറഞ്ച് ജ്യൂസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ബോട്ടിൽ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഓറഞ്ച് ജ്യൂസ് ഓക്കെ നമ്മൾ ഫില്ല് ചെയ്താൽ മതി. ഓറഞ്ചൊക്കെ താഴെ പോലെ പടപ്പടയെന്ന് മുകളിൽ നിന്ന് ഓറഞ്ച് വീഴുന്നുണ്ട്. ഏറ്റവും വലിയ കുപ്പി €4.50, ഒരു മീഡിയം കുപ്പി €2.80. എൻ്റെ അമ്മ പിന്നെ വീഴുന്ന ഓറഞ്ച്. ഏറ്റവും ചെറിയ കുപ്പി €1.70. അപ്പം നമ്മൾ മീഡിയം കുപ്പി എടുത്തത്. ഓറഞ്ച് ചാറ പറയുന്നത് വീഴുന്നുണ്ട്. എന്ത് ഇവിടെ ഇരുന്നോ കേട്ടോ. ഓക്കെ, നൈസ്. ഇതാണ് മറ്റേ ഫ്രഞ്ചുകാരുടെ ബഗേറ്റ്. അതെല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഉണ്ട്. പിന്നെന്താ എടുക്കുക? എനിക്ക് സാൻഡ്വിച്ച് മതി. ഇത് ലഞ്ച് പോലത്തെ സാധനമല്ല, സാലഡ് പോലത്തെ. ലുണ്ടി 21 April ടീ. ഇങ്ങനെയൊന്നും അല്ലായിരിക്കും ഇത് ഫ്രണ്ട്സ് ചെയ്യേണ്ട, വേറെ എങ്ങനെയൊക്കെ ആയിരിക്കും. ബുസു 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 എന്നായിരിക്കും. എനിക്ക് സാൻഡ്വിച്ച് മതി. ഇവിടെ സാൻഡ്വിച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം ഫ്രഞ്ചിലാണ് എഴുതിയിരിക്കുന്നത്. അതൊന്ന് നമുക്ക് ഇംഗ്ലീഷിലോട്ടൊന്ന് നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഏതൊക്കെയാണെന്ന് നോക്കണം. ഇത് ചിക്കൻ ആൻഡ് മയോ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്, പക്ഷെ നോക്കാം. ചിക്കൻ തന്തൂരി അത് നമുക്ക് വേണ്ട. ഓലു ചിക്കൻ, എനിക്ക് ചിക്കൻ ആൻഡ് മയോ അല്ലെങ്കിൽ ഇതുണ്ട് സീസർ സോസ്. €3 ആ ഒരു റേഞ്ചിലുള്ള €3, €2 ആ ഒരു റേഞ്ചിലാണ്. അത് കുഴപ്പമില്ല. ഇത് രണ്ടും അല്ല അശ്വിൻ്റെ എന്തേ അശ്വിൻ്റെ ബില്ല് ചെയ്താൽ. ഇന്ന് നമ്മൾ പാരീസിലെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് അധികം പരിപാടികളൊന്നുമില്ല. ഇന്നലെ നമ്മൾ ഒത്തിരി ഐറ്റംസ് നമ്മൾ അല്ലെങ്കിൽ ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്തില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് അവിടെ ലൂർ മ്യൂസിയം പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് കയറില്ല, കാരണം ഭയങ്കര തിരക്കാണ്, ഒത്തിരി സമയം പോകും. അപ്പോൾ നമ്മളതിൻ്റെ പുറത്തോടെ മാത്രം കിടക്കും. പിന്നെ ഒരു മോൺ മാർട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം ദൂരം ഫ്രണ്ട്സ് ചെയ്ത് ആ ഒരു വില്ലേജിൽ നമ്മൾ വില്ലേജ് അല്ലെങ്കിൽ ആ ഒരു സബർബിൽ നമ്മൾ പോകുന്നുണ്ട്. ജസ്റ്റ് അതിലെ കൂടെ നടന്ന് അവിടുത്തെ ഒരു ലോക്കൽ വൈബ് കിട്ടുക എന്നുള്ളത്. അല്ലാണ്ട് ഇനി നമ്മൾ ഇങ്ങനത്തെ ഭയങ്കര ടൂറിസ്റ്റ് സാധനങ്ങൾ ചെയ്യാൻ അധികം നോക്കുന്നില്ല. പിന്നെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും അങ്ങനെ. പിന്നെ ഇന്ന് നമ്മൾ കുറച്ച് ഡിസേർട്ട്സ് ട്രൈ ചെയ്യാം. കുറച്ചും കൂടെ ഇന്നലെ നമ്മൾ 2 ട്രൈ ചെയ്തത്. അപ്പോൾ ഇതേപോലെ 2 കൂടെ എക്സ്ട്രാ ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിത് ചെയ്യട്ടെ. പയ്യന്മാർ നോക്കി
ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അതെ അതെ, വിചാരിച്ചോട്ടെ വലിയ യൂട്യൂബറാന്ന് വിചാരിച്ചോട്ടെ, അവർക്കറിയില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ ചാർജ് പിന്നെ എന്തായാലും ഒരു ക്രേപ്പ് നമ്മൾ ട്രൈ ചെയ്തു. നമുക്ക് ഒരു ക്രെംബ്രൂലെ ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഒരു സാധനം കൂടെ എന്തായിരുന്നു, ഡിസേർട്ട്, പിന്നെ എക്ലെയർ, പിസ്താഷ്യോ എക്ലെയർ ട്രൈ ചെയ്യണം. അപ്പൊ നോക്കട്ടെ, പോകുന്ന വഴിക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു ചില കാഫേസ് ഉണ്ട്, അവിടെ പോയിട്ട് കഴിക്കാൻ പറ്റുമോ നമ്മൾ ട്രൈ ചെയ്യും. ഇന്ന് കൂടുതൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം, അധികമല്ല ഈ 2 ഡെസേർട്ട് എക്സ്പ്ലോർ ചെയ്യാം എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇപ്പൊ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ട്, അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുകയാണ്. പിന്നെന്താ നമ്മൾ മെട്രോ എടുത്ത് നേരെ ലൂറിലോട്ട് പോകും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പോണതാണ്. എങ്ങനെയുണ്ട്? ആവറേജ്, ഓഫ് കോഴ്സ്. നമ്മൾ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ അത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളല്ലോ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഉള്ള ഒരു സ്ക്വയറാണ്, നല്ല സ്ക്വയർ കേട്ടോ. അത്യാവശ്യം നല്ല ലൈവാണ്. പിന്നെ അത്ര ഷെയ്ഡി അല്ല. ഞങ്ങൾക്ക് ചില സ്ഥലങ്ങൾ ഇവിടെ ഭയങ്കര ഷെയ്ഡി ആയിട്ട് തോന്നും. നമുക്ക് അതിലെ കൂടെ നടക്കുമ്പോൾ തന്നെ തോന്നും നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും സാധനം അടിച്ചുകൊണ്ട് പോകുന്നു. ഇത് പിന്നെ അങ്ങനെ തോന്നിയിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ചില സ്ഥലങ്ങൾ നമുക്ക് ചെല്ലുന്ന പാടത്തന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മള് ഫ്രോസൺ ഫുഡാണല്ലോ ഇപ്പൊ കഴിക്കുന്നത്. ഫ്രോസൺ സാൻഡ്വിച്ച്, ഫ്രോസൺ അല്ല, പാക്ഡ് സാൻഡ്വിച്ച്, കോൾഡ് സാൻഡ്വിച്ച്. ഇത് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ, ഇന്നലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാഫേ പോയി പ്രോപ്പർ ആയിട്ട് കഴിച്ചു. ഇന്നിപ്പോൾ ഞങ്ങൾ ഡിസേർട്ട്സ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോകാൻ വെച്ചു. അപ്പോൾ രാവിലെ നമ്മൾ അതുകൊണ്ട് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയതാണ്. ഇങ്ങനെ യൂഷ്വലി ട്രാവലേഴ്സ് ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇരുന്ന് കഴിക്കുമ്പോൾ പിന്നെ കാശിലായിട്ടല്ല, പക്ഷെ ഇങ്ങനെ കുമിഞ്ഞ് കൂടിയിരിക്കല്ലേ. എല്ലാ ദിവസവും നമ്മള് റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ട്രിപ്പിന് നമ്മളൊരു ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടാവും, അതിന്റെ മുകളിൽ പോകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ടു ബി ഓണസ്റ്റ് അത് തന്നെയാണ് കാര്യം. അല്ലാണ്ട് എനിക്ക് ഇവിടുത്തെ കോൾഡ് സാൻഡ്വിച്ച് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിരുന്ന് കഴിക്കുമ്പോൾ ഫ്രഞ്ച് ആൾക്കാർക്ക് ഇങ്ങനെ പോകും. അവർക്ക് ശരിക്കും അവരുടെ ഫുഡിനെ പറ്റി ഭയങ്കര പ്രൗഡാണ്. അവർക്ക് ഫുഡ് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് അവരുണ്ടാക്കുന്നു, ഇന്ന രീതിയിൽ ഉണ്ടാക്കുന്നു, എല്ലാം ഭയങ്കര സ്പെസിഫിക് ആണ്. അപ്പൊ അങ്ങനെയുള്ള നാട്ടിൽ ഇങ്ങനത്തെ ഒരു കോൾഡ് സാൻഡ്വിച്ച് ഒക്കെ ഇരുന്ന് പബ്ലിക് എടുത്ത് കഴിക്കുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെയാണ് നോക്കിയിട്ട് തോന്നുന്നത്, എന്തിവർ കാണിക്കുന്നുള്ള രീതിയിൽ. പക്ഷെ ട്രാവലേഴ്സ് കൂടുതലും അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഞങ്ങളിങ്ങനെ ആൾക്കാരുടെ എക്സ്പ്രഷൻ നോക്കിയത്, ആൾക്കാരിങ്ങനെ നമ്മളെന്തോ വേറെ എന്തോ ജീവിയെ കാണുന്നത് വെച്ചാൽ ഫ്രഞ്ച് ആൾക്കാർ, ബാക്കിയല്ല ഫ്രഞ്ച് ആയിട്ടുള്ള ആൾക്കാര്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നമ്മള് നേരെ ലൂറിലോട്ട് പോവാണ്. ഇന്ന് അശ്വൻ ഭയങ്കരമായിട്ട് നന്നായി ഡ്രസ്സപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു അല്ല, പക്ഷെ എന്നാലും പാരീസിൽ നമ്മൾ എത്ര ഡ്രസ് ചെയ്താലും നമ്മള് അണ്ടർ ഡ്രസ്ഡ് ആയിരിക്കും. നമ്മൾ എത്ര ഡ്രസ് ചെയ്താലും ഓവർ ഡ്രസ്ഡ് ആവുകയില്ല. ഇവിടെ അശ്വിൻ ഇന്നലെ മറ്റേ ഫുൾ ഓസി വൈബില് കോട്ടൺ ഷർട്ടൊക്കെ ഇട്ട് വന്നതാണ്. ബീച്ച് ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ട് അപ്പോഴേ ഞാൻ അശ്വിൻ്റെ അടുത്ത് പറഞ്ഞ, അശ്വിൻ യൂറോപ്പാണ്, ഇവിടെ ആൾക്കാർ ഭയങ്കര കായികമായിട്ടാണ് ഡ്രസ് ചെയ്യുന്നത്, എനിക്ക് ഭംഗിയായിട്ടാണെന്ന് അറിയാം എല്ലാവരും ഡ്രസ് ചെയ്ത്. അപ്പം നമ്മളിപ്പോൾ ലൂറ് പോകാനായിട്ട് ഈ ട്രെയിനിലാണ് കണ്ടത്, ഈ സ്റ്റേഷനിലാണ് ഷാറ്റ്ലെറ്റ് അങ്ങനെ എന്നോട് പറയുന്നത്. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ അവർ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ മെട്രോയിൽ ആ ട്രെയിനിൽ വേണം. ഇതാണ് മെട്രോ സ്റ്റേഷൻ്റെ ആക്കാം കേട്ടോ. ഇന്നലെ ഞങ്ങൾ ഇതിനകത്ത് വന്നിറങ്ങിയിട്ട് രാത്രി 12 മണിക്ക് വന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്കാണെങ്കിൽ ഇതിൻ്റെ എക്സിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഓരോ വഴി കൂടെ പോകുമ്പോൾ ഞങ്ങൾ അടുത്തടുത്ത പ്ലാറ്റ്ഫോമിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞിട്ട് ഒരു 10-15-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അതിൻ്റെ എക്സിറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഞങ്ങൾ കുറേ പേരുടെ പുറകെയൊക്കെ പോയി. ട്രെയിൻ ഇറങ്ങിയിട്ട് എന്തായാലും അവർ എക്സിറ്റിൽ കൂടെ പോകുമല്ലോ എന്ന് വെച്ചാൽ അവരുടെ പുറകെയൊക്കെ പോയി. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം അവർ വേറെ ട്രെയിൻ പിടിക്കാനായിട്ട് ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേറെ ട്രെയിൻ പോയിരുന്നു. എനിവേ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു ഈ ഒരു സ്റ്റേഷൻ ഇന്നലെ.
ഇവിടെ കുറേ ബ്രാൻഡഡ് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കി ഈ ബിൽഡിങ് നോക്ക്, ഫുൾ കാർട്ടൂൺ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ബിൽഡിങ്സ് ഒക്കെ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി. ഇത്രയും നേരം കുറച്ച് ഭയങ്കര ക്ലൗഡി ആയിരുന്നു, മഴ പെയ്യാൻ പോകുന്നതല്ലായിരുന്നു. ഇപ്പം നല്ലതായിട്ട് ബ്രൈറ്റൻ അപ്പ് ആയിട്ടുണ്ട്. സൈക്കിൾ നന്നായിട്ട് ഒത്തിരി ഇടത്തുണ്ട്. അപ്പോൾ നമുക്ക് സൈക്കിൾ എടുത്തിട്ട് ഓടിക്കാൻ ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ലൂം മ്യൂസിയം എത്തി. നമുക്കിതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുമോയെന്നറിയില്ല. ക്യൂ ഉണ്ടല്ലേ, അയ്യോ. ഫ്രാൻസിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. ഫ്രാൻസല്ല, ലോകത്തുള്ള എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ക്യൂ അങ്ങ് ദൂരെ വരെയാണ്. കയറണോ? കയറുന്നില്ല, ഇത്രയും ക്യൂ നിന്ന് കയറാന്ന് വയ്യ. ഭയങ്കര ക്യൂ ആണ്. നമുക്ക് പുറത്തൂടെയൊക്കെ നടന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഒരു കോമഡി അടിച്ചേട്ടെ, എല്ലാവരും കണ്ടോ? ഇവിടെ ഈ ചേട്ടൻ, എല്ലാവരും അതെ, അപ്പുറത്താ ചേച്ചി, എല്ലാവരും ആ ഒരു ഡോമിനെ പിടിക്കുന്ന പോസാണ്. എല്ലാവരും ആ പോസിലാണ് നിൽക്കുന്നത്. കോമഡി ചെയ്ത് അപ്പുറത്തെ വേറെയാണ്, അയാളുടെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഡീറ്റെയിലിംഗ് ആണ് നോക്കി ഈ ഒരു ആർക്കിടെക്ചറിൽ. എത്ര വർഷം പഴക്കമുള്ളതല്ലേ, എന്നിട്ട് ഇത്രയും ഡീറ്റെയിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴല്ലേ ഈ മിനിമലിസ്റ്റിക് ഒരു ഡിസൈൻ വന്നത്. പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് ഫുള്ള് ഉണ്ട്. ഓരോ തൂണിലും നോക്കട്ടെ, സൂം ചെയ്യാൻ പറ്റുമെന്ന് ഉണ്ടോ? ഓരോ തൂണിലും ഒക്കെ ഭയങ്കര കാര്യമായിട്ടാണ്. എനിക്ക് ഓരോ അർത്ഥവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. നന്നായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. പണ്ട് നമ്മുടെ അവിടെയും കൊട്ടാരങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, ഫുള്ള് തടിയിലെ കൊത്തുപണികളൊക്കെ അല്ലേ. ഇപ്പോൾ പിന്നെയും കൂടുതൽ ക്യൂബ്, സ്ക്വയർ, റെക്റ്റാങ്കിൾ എന്നുള്ള രീതിയിൽ ഫുള്ള് ഒരു മിനിമലിസ്റ്റിക് ഡിസൈൻസ് അല്ലേ. പക്ഷെ പണ്ടൊക്കെ എന്ത് ഗോഡിയായിരുന്നു, ഭയങ്കര ഗ്രാൻഡായിരുന്നു. ആക്ച്വലി അതിനൊരു വേറെ ഭംഗിയാണ്. അങ്ങനെ രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര റോയൽ. ഇതൊരു ടൂർ ഗ്രൂപ്പാണ് കണ്ടോ. ഫ്രണ്ടിൽ ഗൈഡ് അങ്ങനെ ഒരു ഫ്ലാഗും പിടിച്ച് പോകുക. അപ്പോൾ ആൾക്കാർക്ക് കാണാമല്ലോ, ലോസ്റ്റ് ആയി പോയാലും ആ ഫ്ലാഗ് നോക്കിയാൽ മതി. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന അതേ സെയിം പരിപാടി തന്നെ. അപ്പോൾ എക്സ്പ്ലനേഷൻ അവർ നന്നായിട്ട് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ആൾക്കാർ കേൾക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇതാണ് ലൂറിൻ്റെ എൻട്രൻസ്. ഇതാണ് ഒരു വലിയൊരു ഇതാണ്, ഒരു 4 പാടുള്ള ഒരു മോണ്യുമെൻ്റാണ്. പക്ഷേ ഇതിലെയാണ് ഞങ്ങൾ എൻട്രി ചെയ്തത്. ഇനി വേറെ എൻട്രൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ എൻട്രി ചെയ്തത് ഇതിലെയാണ്. ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത്, എന്തായാലും പാരീസിൽ വന്നതല്ലേ, അപ്പോൾ നമ്മളൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചു. പക്ഷെ അതല്ലാണ്ട് എന്തെങ്കിലും ഒരു 2 സാധനം എങ്ങാനും നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷോപ്പ് ഞാനിങ്ങനെ യൂട്യൂബിൽ ഒരാൾ പറഞ്ഞു കേട്ടതാണ്. ലോക്കൽസ് കൂടുതൽ വരുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, മിക്കവാറും ടൂറിസ്റ്റൊക്കെ വരുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ല ക്യൂട്ട് സാധനം കാണുകയാണെങ്കിൽ, അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണെങ്കിൽ നമുക്ക് മേടിക്കാം. ആ ഒരു ഷോപ്പിലോട്ടാണ് പോകുന്നത്. നല്ലൊരു പച്ചപ്പുള്ള സ്ഥലം. കുറേ ബിൽഡിങ്സ് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല പച്ചപ്പുള്ളൊരു സ്ഥലം, കുറേ കാഫേ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നേ. ഇതൊക്കെ ഒരു ഉച്ച കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവുന്നത്. ഇപ്പം ഒന്നുമില്ല. പിന്നെ ഇവിടെ ഈ കാഫേ കൾച്ചർ ഒത്തിരി ഉണ്ട്, ഒത്തിരി കാഫേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ നോട്ടീസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം ഒരു 10 മണി കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷെ വൈകുന്നേരം അല്ല, രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ രാവിലെ 10 മണി 11 മണിക്കൊക്കെ ഭയങ്കര സ്ലോ ആണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ
രാവിലെ 6 മണിയാകുമ്പോഴത്തേനും കാഫേസ് സ്റ്റാർട്ട് ചെയ്യും. 3 മണിയാകുമ്പോഴത്തേനും അവിടുത്തെ കാഫേസ് നിർത്തും. കാരണം അവിടെ മേജർലി കോഫിയാണ്. കോഫി, ലഞ്ച് അതാണ്. ഇവിടെ നേരെ തിരിച്ചാണ്. ഓരോ നാട്ടിലെ ഓരോ രീതിയല്ലേ. അപ്പോൾ ഇവിടെ വൈകുന്നേരങ്ങളിൽ രാത്രികളിൽ ഭയങ്കര ആക്റ്റീവാണ്. ഞങ്ങൾ തിരിച്ച് ഇന്നലെ രാത്രി ഐഫിൽ ടവറൊക്കെ കഴിഞ്ഞ് രാത്രി 12-12:30 വന്നപ്പോഴത്തേക്കും അവിടെ ഫുള്ള് പാട്ടും ഭയങ്കര ഇതായിട്ടും ഒക്കെ നല്ല ഡാൻസും പിന്നെ ഇതും ഉണ്ടാവും, ആൽക്കഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷെ രാവിലെ ഭയങ്കര സ്ലോ മോർണിംഗ്സാണ്. ഇവിടുത്തെ ATM ആണ് ഇത്, ഇങ്ങനെ വഴിയിൽ. അതൊക്കെ പിന്നെ മിക്കയിടത്തും കാണുന്ന പോലെയൊക്കെ തന്നെ. എനിക്കാണെങ്കിൽ ഈ അടുക്കളയിലെ സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ, പോട്ട്സ്, സ്പൂൺസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭ്രാന്താണ്. അപ്പോൾ ഈ കടയുടെ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ചുമ്മാ ഒന്ന് കയറി നോക്കാം. ഒന്നും മേടിച്ചില്ലെങ്കിലും നമുക്കൊന്ന് ചുമ്മാ കാണാമല്ലോ. ബാ, ഇതാട്ടോ ഷോപ്പ്. ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ആ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ലഞ്ച് കഴിക്കാനുള്ള സമയമായി. അപ്പോഴത്തേനും നമ്മളിതാ ഈ ഒരു കടയിൽ കയറി. എന്നിട്ട് എന്താ ലഞ്ച് കഴിക്കേണ്ടതെന്ന് നമ്മൾ നോക്കുമായിരുന്നു കേട്ടോ. അവിടെ കോൾഡ് ഫുഡും ഉണ്ട്, പിന്നെ ഇതേപോലെ ഇങ്ങനെ ഹോട്ടായിട്ട് പിസ്സ, പിന്നെന്താ കീഷുണ്ട്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഹോട്ടായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാത്ത കുറേ സാൻഡ്വിച്ചസും പനീനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മൾ നടന്ന് മോണോപ്രി എന്നാണ് ഫുഡ് എടുത്തത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കോംബോ പോലെ ആയിരുന്നു. അപ്പോൾ ഞാനൊരു പനീനി എടുത്തു, അശ്വിനൊരു സാൻഡ്വിച്ച്, പിന്നെ അതിൻ്റെ കൂടെ ഡിസേർട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അതാണ് ഞാൻ കാണിച്ചു തന്നത്. ഇതിന് മുന്നേ കണ്ട് അല്ല, ഡിസേർട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഡിസേർട്ടിന് ഭയങ്കര വൈഡ് വെറൈറ്റി കളക്ഷൻ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതിൽ നിന്ന് നമുക്ക് ഡിസേർട്ട് സെലക്ട് ചെയ്യാം, ഡ്രിങ്കും സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരു കോംബോ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അതാണ് ഇപ്പോൾ എടുത്തത്. അശ്വിന് ഒരു ലെമൺ കേക്ക് എടുത്തു, ഞാൻ ഒരു ബെറീസും പിസ്റ്റാഷ്യോയും കൂടെ ഉള്ള ഒരു സാധനം എടുത്തു. ഈ 2 സാധനമാണ് ഞങ്ങൾ എടുത്തത്. ലഞ്ചെല്ലാം കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മൾ സ്റ്റേഷൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോഴാണ് നമ്മളിത് ഡംപ് ട്രക്ക് കണ്ടത്. എന്ന് വെച്ചാൽ വേസ്റ്റൊക്കെ എടുക്കുന്ന ട്രക്ക്. അപ്പോൾ പാരീസിലെ ഡംപ് ട്രക്ക് കാണിച്ചു തന്നില്ല എന്ന് ഇനി ആരും പറയരുത്. ഇതാണ് കേട്ടോ ഡംപ് ട്രക്ക് ഇവിടുത്തെ. നമ്മളിപ്പോൾ കഴിച്ച ഫുഡുണ്ടല്ലോ, അത്ര പോരായിരുന്നു. കാശ് ലാഭിച്ചു, പക്ഷേ ഫുഡ് പോരായിരുന്നു. ആ സാൻഡ്വിച്ചും പനീനി അത്ര സുഖമില്ലായിരുന്നു. പക്ഷെ ഡിസേർട്ട് അടിപൊളിയായിരുന്നു, രക്ഷയിലായിരുന്നു. അവരത് കാണിച്ചിട്ടാന്ന് തോന്നുന്നു ആ കോംബോ വിൽക്കുന്നത് തോന്നുന്നു. എന്തായാലും നമ്മൾ ഇവിടുന്ന് മെട്രോ കയറി നമ്മൾ മോണ്ടമാർട്ര എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തോട്ട് പോകാം. ഒരു ഫ്രഞ്ച് ടൗൺ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ മെട്രോയിലോട്ട് കയറുകയാണ്. ഈ ലൈനിലാണ് എന്നാണ് നമ്മൾ ഗൂഗിളിൽ കണ്ടത്. അപ്പോൾ അതിൽ കയറി പോവാം. നമുക്ക് M4. നമ്മളിപ്പോൾ ട്രെയിനിൽ മെട്രോയിൽ ഇറങ്ങിയത് ബാബേഷ് റോഷഷ്വാ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇറങ്ങിയത്. അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്ത്. കാരണം അതിനകത്ത് പറഞ്ഞത് അങ്ങനെയാണ്, മെട്രോയ്ക്കകത്ത് വിളിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. എന്നിട്ട് അവിടുന്ന് നമ്മളൊരു 15 മിനിറ്റ് നടക്കണം, എന്നാലാണ് നമ്മൾ പറഞ്ഞ ആ സ്ഥലത്ത് എത്തുകയുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. അശ്വിൻ എന്താ നോക്കുന്നതെന്നറിയോ? ഞങ്ങളിപ്പോൾ ഇനി ഒരു 2 മണിക്കൂറും കൂടെ കഴിയുമ്പോഴത്തേനും വണ്ടി എടുക്കും. വണ്ടി എടുത്ത് നമ്മൾ ബെൽജിയമിലോട്ട് ഡ്രൈവ് ചെയ്യാമല്ലോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് പാരീസിന് പുറത്ത് കിടക്കുന്നവരെ ഒന്നും ഇതിലെ കൂടെ ഓടിക്കണമല്ലോ. അപ്പോൾ ഇവിടുത്തെ
സൈഡ് വ്യത്യാസമാണ്. അപ്പോൾ റൂൾസ് ഒരുവിധം നോക്കിയിട്ടുണ്ട്, കുറേ ഓസ്ട്രേലിയയിലെ റൂൾസ് പോലെ തന്നെ, പക്ഷെ സൈഡ് മാത്രമേ വ്യത്യാസം. അപ്പം അതുകൊണ്ട് തന്നെ ടേണിങ്സ് ഇച്ചിരി ഡിഫറെൻ്റ് ആണ് ഇവിടെ. അപ്പോൾ അത് നോക്കുക. പക്ഷെ ചിലത് വായിച്ചു നോക്കി പഠിച്ചു, പക്ഷേ എന്നാലും പ്രാക്ടിക്കലി എങ്ങനെയാന്ന് ചില സിഗ്നൽസിൽ നിന്നിട്ട് പക്ഷെ നോക്കി പഠിക്കുകയാണ്. കണ്ടോ, ഒരു സിറ്റിയുടെ അകത്ത് ഇങ്ങനത്തെ ഒരു ട്രെയിൻ പോലത്തെ ഒരു സംഭവമുണ്ട്. ഇത് ഞങ്ങൾ അവിടെ ബസിലിക്കയുടെ അവിടെ പോയപ്പോഴും കണ്ടു. നല്ല രസമുണ്ടല്ലേ. അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു കുറച്ച് ക്യാഫീസൊക്കെ ഉണ്ടായിരുന്നല്ലേ, ആ ഒരു സ്ഥലത്ത് നിന്ന് നടന്ന് ഒരു ലെഫ്റ്റ് കയറി നമ്മൾ എത്തിയിട്ടോ മോൺമാർട്ര എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇതൊരു വളരെ ഫ്രഞ്ച് ഒരു റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സ്ഥലം. എന്ത് സ്ഥലമെന്ന്, റെസിഡൻഷ്യലാണോ ടൗൺ ആണോ വില്ലേജ് ആണോ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ നോക്കി, വാവ്, ഫുൾ കോബിൾ സ്റ്റോൺസ് ഒക്കെ ഇട്ടിട്ട് മൊത്തം അഭില്ലാന്നാണ് കേട്ടിട്ടുള്ളത്. എന്ത് രസം നോക്ക്. ഇവിടെ ഇങ്ങനെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരാറുണ്ട്, പക്ഷെ എന്നാലും ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുന്നവർ, അല്ലെങ്കിൽ നോക്കി ഭയങ്കര കാമായിട്ടൊരു സ്ഥലം. കയറി വന്നപ്പോൾ ഉണ്ടല്ലോ, അതേ ഒരു പള്ളി, വലിയൊരു പള്ളി, നല്ല കയറ്റം കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, ഒരു വേറെ തന്നെ ഒരു ലോകം. ഒരു സ്ട്രീറ്റിൻ്റെ അപ്പുറം വരെ ഒരു കിളികളുടെ ഒച്ചയൊന്നുമില്ല. ഇപ്പം നോക്കി, നല്ല കിളികളുടെ ഒച്ച. ഈ വീഡിയോയ്ക്കകത്ത് കേൾക്കുന്നുണ്ടോ അറിയത്തില്ല കേട്ടോ. നമ്മളിപ്പോൾ കയറുന്നത് മോൺമാർട്രയിലെ സെന്റ് പീറ്റേഴ്സ് ചേർച്ച് ഒന്ന് കയറുകയാണേ. നമ്മൾ നല്ല കാമായിട്ടുള്ള മോൺമാർട്രയുടെ ലൈനിൽ കൂടെ വന്ന് പെട്ടെന്ന് ജഗപൊക ആ പള്ളി, പിന്നെ അതിൻ്റെ അടുത്തൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ, ഭയങ്കര കമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്ട്രീറ്റ്. പക്ഷെ പിന്നെയും നമ്മൾ തിരിച്ച് മോൺമാർട്രയുടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സൈഡിലോട്ട് വന്നേ. ഇപ്പം എൻ്റെ ഈ പുറകെ കാണുന്ന ക്യാഫേ ഉണ്ടല്ലോ, ക്യാഫേക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്യാഫേ, ഇതിൻ്റെ പേര് ലെമോലിൻ ഡി ലാ ഗലാറ്റ്, അങ്ങനെ ആയിരിക്കില്ലേ ഫ്രഞ്ചിൽ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയോ. അപ്പം ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷിലുള്ളത് അങ്ങനെ തന്നെ വായിച്ചെന്നേ ഉള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസെൻ്റ് വാൻ ഗോഗ് പെയിൻറ്റിങ്സിൽ കുറേ വട്ടം പുള്ളി ഇത് പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഈ ഒരു വിൻമില്ലും ഇതൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അതാണ് ഈ ഒരു ക്യാഫേയുടെ പ്രത്യേകത. ഈ വിൻമില്ല് വിൻസെൻ്റ് വാൻ ഗോഗ് കുറേ പെയിൻറ്റ് ചെയ്തിട്ടുള്ള. അതിൻ്റെ നേരെ താഴെ ഒരു ക്യാഫേ ഉണ്ട്, അതാണ് അതിൻ്റെ പേരും ലെമോലിൻ ഡി ഗലാറ്റ എന്നാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൻമിൽ വാൻ ഗോഗിൻ്റെ ബ്രദറിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഈ മോൺമാർട്രയിൽ ഇവിടെ അടുത്തുണ്ട്, ഇവിടെ എവിടെ അടുത്താണ്. അപ്പോൾ ഈ വിൻമിൽ അവരുടെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു. പക്ഷേ വീട് വെച്ച് കഴിഞ്ഞാൽ അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും മേ ബി പുള്ളി ഇത് ഒത്തിരി വട്ടം പുള്ളി ഇത് വരച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ പുള്ളിയുടെ വീട് ഇവിടെ തന്നെ കേട്ടോ, ഇവിടെ ഈ തൊട്ടടുത്ത് ഏതോ അപ്പാർട്ട്മെൻറ്റിലാണെന്നാണ് ഞാൻ ഇപ്പോൾ വായിച്ചപ്പോൾ മനസ്സിലായത്.
ഇവിടെ ഉണ്ടല്ലോ, യൂറോപ്പിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇവിടുത്തെ ടോയ്ലറ്റ്സ് എല്ലാം പെയ്ഡാണ് കേട്ടോ. അതൊരു മോളിലാണെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ഏത് പബ്ലിക് സ്പേസിലാണെങ്കിലും ടോയ്ലറ്റ്സ് എല്ലാം നമുക്ക് പേ ചെയ്തേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചിലയിടത്ത് €1 ആയിരിക്കും, ചിലയിടത്ത് €1.5 ആയിരിക്കും. ആ കാര്യം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ കാർ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ 16 ബുക്ക് ചെയ്തേക്കുന്നത്, അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കാർ എടുക്കാൻ വേണ്ടിയിട്ട് ഗാർഡൻ നോർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റേഷനിൽ വന്നു. സ്റ്റേഷൻ്റെ അകത്തൂടെ വന്ന് പിന്നെ താഴോട്ട് പോയിട്ടാണ് ടാക്സി ഇങ്ങനത്തെ റെൻ്റ് കാറിൻ്റെ പരിപാടികൾ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് യൂറോ സ്റ്റാറിൻ്റെ, ഇത് വലിയ സ്റ്റേഷനാണ് കേട്ടോ, ട്രെയിൻ സ്റ്റേഷനാണ്. യൂറോ സ്റ്റാറിൻ്റെ ടെർമിനൽ കണ്ടോ കേട്ടോ, ഇത് കണ്ടോ. ഇവിടെ നിന്നാണ് ഈ യൂറോ സ്റ്റാറിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ യൂറോപ്പിലെ ഇന്റർ കൺട്രീസ് ഒക്കെ പോകുമല്ലോ. ഇവിടുന്ന് നമുക്ക് ബെൽജിയം നമുക്ക് ട്രെയിനിൽ പോവാം, പിന്നെ ആംസ്റ്റർഡാം പോവാം, ലണ്ടൻ പോവാം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഇത് കണ്ടില്ലേ, ഇപ്പം ലണ്ടനിലേക്കുള്ള ട്രെയിൻസ് ആണിത്. അപ്പം അതിൻ്റെയാണ് ബോർഡൊക്കെ വെച്ചിരിക്കുന്നത്. യൂറോ സ്റ്റാറാണ് ഭയങ്കര കൺവീനിയൻറ്റ്. ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ 2 പേര് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് കാറിനേക്കാട്ടിലും എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തത്. പക്ഷെ അല്ലെങ്കിൽ ട്രെയിൻ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഒരു കൺവീനിയൻസിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ കാർ എടുത്തത്. പക്ഷെ അല്ലെങ്കിൽ ട്രെയിൻ ഭയങ്കര പോപ്പുലർ ആണല്ലോ ഇവിടെ. നമ്മുടെ കാറിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. എല്ലാം ഇൻഷുറൻസും പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് അവർ കാർ എവിടെയാണ് ഇവരുടെ സ്ഥലത്തല്ലേ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് നമുക്കൊരു എന്ത് തന്നു, ഒരു ഡിറക്ഷൻ മാപ്പൊക്കെ തന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പൊക്കോണ്ടിരിക്കുക. ഈ 3 ആർച്ചിൽ അല്ലേ മുള്ളിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. വൃത്തികെട്ടവൻ എല്ലായിടത്തും ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാർ. കണ്ടോ, ഇത് മൊത്തം ടാക്സികൾ നിൽക്കുന്ന സ്ഥലമാണ്. 60 എഴുതിയിട്ടുണ്ട്. നമ്മൾ 60 എടുത്തത്. യൂറോ കാസും എല്ലാം ഉണ്ട്. നമ്മൾ 60 എടുത്തത്. ഇതിൻ്റെ ഈ ഫ്ലോറേ ഭയങ്കര പുതിയ ഫ്ലോറ്. ഞാൻ നടക്കുമ്പോൾ നോക്കി വെച്ചാൽ ഈ വിനൈൽ ഫ്ലോറിങ് ആണെന്ന് തോന്നുന്നു. ഭയങ്കര പുതിയ ഫ്ലോർ. ഇതാണ് കാർ. അശ്വിൻ ആ സൈഡല്ല, ഈ സൈഡാണ്. ബ്രെയിൻ ഇങ്ങനെ ഞാനൊന്നും മിണ്ടാത്ത, കാരണം വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുമ്പോ ഇനി അത് വേറെ ടെൻഷൻ ആവണ്ടെന്ന് മിണ്ടാതിരുന്ന. ആരാണ് പാരീസിലാണ് വണ്ടി ഓടിക്കുന്നത്? ബ്രെയിൻ ഫുൾ ഇങ്ങനെ ബ്രെയിൻ ഫുൾ ഇങ്ങനെ എല്ലാം റീവയർ ചെയ്യട്ടെ. എനിക്ക് തന്നെ ഞാനിവിടെ ഇരുന്നിട്ട്, ഞാൻ അവിടെ കയറി ഇരുന്നിട്ട് എനിക്കിങ്ങനെ എന്താ ഞാൻ ഇവിടെ ഇരിക്കുന്നത്, എനിക്ക് സ്റ്റിയറിംഗ് ഇല്ലാത്ത. ഞാൻ കയറി വന്നപ്പോൾ എൻ്റെ സീറ്റ് ബെൽറ്റ് റൈറ്റിലല്ലേ, പക്ഷെ എനിക്കറിയാം ഞാൻ വണ്ടി ഓടിക്കുന്നില്ല എന്നുള്ള കാര്യം. പാസഞ്ചറാന്ന് എനിക്കറിയാം, പക്ഷെ കയറി ഇരുന്നത് ഡ്രൈവർ സീറ്റിൽ. പക്ഷെ എനിക്ക് പാസഞ്ചറാന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ കൈ ഇവിടെയാണ് എൻ്റെ. സാധാരണ അപ്പുറത്തെ സൈഡിലേക്ക് ഇവിടെ നിന്നാണല്ലോ ഇത് വരുന്നത്, സീറ്റ് ബെൽറ്റ് വരുന്നത്. ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പോയി, എന്തോ പ്രശ്നമുണ്ടല്ലോ. ഭാഗ്യം അശ്വിനത് തോന്നാത്ത. ഞാൻ ഫുൾ എനിക്കിങ്ങനെ ഒരു മണിക്കൂർ എടുക്കും തോന്നുന്നു ഇത് സെറ്റാവാനായിട്ട്. നമ്മൾ മാപ്പ് ബേസിലിട്ടത്. നല്ല വണ്ടിയാണ്, നല്ല പുത്തൻ വണ്ടിയാണ്. പിന്നെ എല്ലാം ഉണ്ട്, കാർപ്ലേ ഉണ്ട്. സ്മൂത്ത് അല്ലേ, വണ്ടിയൊക്കെ സ്മൂത്താണ്. പുറത്തൊക്കെ ആണെങ്കിലും നല്ലതാണ്, നല്ല ഫ്രഷ് വണ്ടി, അടിപൊളി, നല്ല പെട്ടക്കണ ഫ്രഷ് വണ്ടി. ഇൻഷുറൻസ് ഒക്കെ നമ്മൾ കയറ്റി എടുത്തിട്ടുണ്ട്. അതാ നിങ്ങളെല്ലാരും കാറിന്റെ അകത്തുനിന്ന് പാരീസ് കണ്ടിട്ടില്ലല്ലോ. കാറിന്റെ അകത്തുനിന്ന് നിങ്ങൾ പാരീസ് കണ്ടിട്ടില്ലല്ലോ. കണ്ടു, ചില സ്ഥലങ്ങളൊക്കെ വൻ ഷെയ്ഡിയാണേ. പക്ഷെ ഈ വണ്ടി ഒന്ന് ലോക്ക് എനിക്ക് പേടിയൊന്നു. കുറച്ച് മുന്നേ ഇപ്പൊ ഒരു വീഡിയോ കാണിച്ചില്ലേ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങക്ക് പാരീസിന്റെ കാറിന്റെ അകത്തുനിന്ന് ഞാൻ നിങ്ങൾക്ക് പാരീസ് കാണിച്ചിരുന്നില്ലല്ലോ, കണ്ടോന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്കിത് കാണിച്ചില്ലേ. അപ്പൊ അതൊരു സ്റ്റേഷന്റെ പരിസരമായിരുന്നു കേട്ടോ. അപ്പൊ ഫുള്ള് ഒരു ബ്ലാക്ക് കളർ, കുറെ എല്ലാവരും ഈ ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ഡ്രസ്സല്ല ക്ലോത്ത്സ് ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചെറിയായിട്ട് എന്തോ ഷെയ്ഡി ആയിട്ട് തോന്നി, പക്ഷെ അങ്ങനെ തോന്നിയില്ല. അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ കാണിച്ചില്ലേ, അങ്ങനെ അത് നിങ്ങൾ കണ്ടോന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഉണ്ട്. അപ്പൊ എന്റെ ഇപ്പുറത്തെ സൈഡിൽ അവിടെ ഒരു ചേട്ടനല്ല, ഒരു ഗുണ്ട പോലെയുള്ള 2 പയ്യന്മാര്
അവരോട് ഓയോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടൊക്കെയാ പറഞ്ഞിട്ട് അവര് പറഞ്ഞത് വീഡിയോ എടുക്കരുതെന്നാണ്. ഞാൻ കേട്ടുപോരില്ലേ, ഞാൻ വിചാരിച്ചു അവിടെ മൊത്തത്തിലൊരു ബഹളമായിരുന്നു. അവിടെ ഇവിടെ നിൽക്കാനും മൊത്തം എനിക്ക് തോന്നി ഗുണ്ടാത്തലവന്മാരല്ല ഗുണ്ടാ ഗാങ്ങിന്റെ എന്തോ മീറ്റിംഗ് ആയിരുന്നു എന്ന് തോന്നുന്നു. മൊത്തത്തിലൊരു ബഹളമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇയാൾ എന്റെ അടുത്താണ് വെച്ചുണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അവിടെ ഭയങ്കര വെച്ചല്ല. അപ്പൊ അശ്വൻ പറഞ്ഞു വീഡിയോ എടുക്കില്ലെന്ന് പറയുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞത് മാറ്റി വെച്ചത് ഞാൻ അയാൾ ഇങ്ങനെ കാണിച്ചു. അപ്പൊ അയാള് ദൈവമേ. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുന്നു വണ്ടി നോക്കി ഇനി എങ്ങാനും ദേഷ്യം വന്നിട്ട് എങ്ങനെ വണ്ടിക്കകത്തോട്ട് കയറി വന്നാലോ. അപ്പൊ മൊത്തത്തിൽ എനിക്ക് തോന്നി ആ ഭാഗം ഷെയ്ഡിയാന്ന്. പിന്നെ ഇയാളും കൂടി ഇത് പറഞ്ഞപ്പോ മനസ്സിലായി അപ്പൊ നിങ്ങൾ അന്തമാതിരി ആൾക്കാരാ എന്നുള്ളൊരു സംഭവം. ചില ഏരിയ ഭയങ്കര ശരിയാട്ടോ. ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ 2 ദിവസം ഇപ്പൊ നടന്നും മെട്രോയ്ക്കും കാര്യത്തിനൊക്കെ പോയപ്പോ നമുക്ക് അങ്ങനെ തോന്നിയില്ല. നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട് പാരീസ് കുറച്ച് ഈ മൊത്തം ഹൈപ്പാണെന്ന്. അപ്പൊ അങ്ങനെ കേട്ടിട്ട് ഞങ്ങൾ അതുകൊണ്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ടാണ് വന്നത്. കുറെ അതുണ്ടാവും ഇതുണ്ടാവും ഭയങ്കര ഇതാന്നൊക്കെ നമുക്ക് അങ്ങനെ വലിയ എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല. ഞങ്ങൾ പോയ സ്ഥലത്തൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വലിയ സീനൊന്നും തോന്നിയില്ല. ഞങ്ങളുടെ മനസ്സിലെ പാരീസ് ഇങ്ങനെയായിരുന്നു, അത്ര തന്നെ കിട്ടി. ഞങ്ങൾ അങ്ങനെ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കുറെ ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത് അത് തന്നെ കിട്ടി. അങ്ങനെ ഭയങ്കര വൃത്തികെട്ട സ്ഥലങ്ങൾ ചിലവർ പറഞ്ഞ് ഭയങ്കര വൃത്തികെട്ട ട്രാഷ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്ഥലങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ആദ്യത്തെ ദിവസം നടന്നപ്പോൾ ഇച്ചിരി ഏതൊരു സ്ഥലത്ത് നടന്നപ്പോൾ കുറച്ച് മണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ ട്രാഷുള്ള സ്ഥലങ്ങൾ കണ്ടില്ല. ഉണ്ടാവുമായിരിക്കും ഉണ്ടാവില്ലായിരിക്കും, അതോ ഇപ്പം മാറിയതാണോ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ ഫസ്റ്റ് ടൈം പാരീസ് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും നമ്മുടെ എക്സ്പെക്ടേഷനൊത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് വരില്ല. ഞങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്തത് അത് കിട്ടി ഞങ്ങൾക്ക്. അല്ലാണ്ട് ഞങ്ങൾക്ക് പാരീസ് ഇഷ്ടപ്പെട്ടു. കുറെ നല്ല ബിൽഡിങ്സും നല്ല ആൾക്കാരങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും തോന്നിയില്ല. ആൾക്കാര് പക്ഷെ ഫ്രണ്ട്ലി ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും ഈ ബോഷോ എന്ന് പറയും. പക്ഷെ ചിരിയൊക്കെ കുറവാണ്. ഈ ഒരു നമ്മൾ ഓസ്ട്രേലിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് അത്ര ഫ്രണ്ട്ലി അല്ല. പിന്നെ അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഗ്രംപി ഫ്രഞ്ച് എന്നുള്ള ഒരു കാര്യം കേട്ടിട്ടുള്ളതുകൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു നാട് ഇങ്ങനെയാണ്. നല്ലൊരു രസമുണ്ട് കേട്ടോ. ഒരു വട്ടമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ. ഈ ഐഫിൽ ടവറോ ഹൈപ്റ്റാണോ വെച്ചാൽ ഹൈപ്റ്റാണ്. ഞങ്ങൾ ഈ രാത്രി പോയോണ്ട് പിന്നെ മഴയായോ നമുക്ക് അത്ര ഐഡിയൽ സമയമല്ലായിരുന്നു. മഴയായിരുന്നു. അതെ, ഞങ്ങൾ മുകളിൽ കയറി ഇപ്പൊ കണ്ടില്ലേ, തണുപ്പായിരുന്നു, മഴയും തണുപ്പും. പക്ഷെ ഒരു എന്താ പറയാ സിനിമയിലൊക്കെ കണ്ട് ഐക്കോണിക് ആയിട്ട് ഒരു ഇത് കാണാൻ പറ്റി. അതെ, പിന്നെ പൊതുവെ ഇവിടുത്തെ ആൾക്കാർ ഐ തിങ്ക് നമ്മളിങ്ങനെ കുറച്ച് എഫേർട്ട് ടീച്ചർ ഫ്രഞ്ച് 2-3 വേർഡ്സ് എങ്കിൽ 2-3 ബോൺജോർ ഒക്കെ പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ മറ്റേ ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അവര് ഒന്ന് ചിരിച്ചിട്ട് അക്നോളജ് ചെയ്യും. പിന്നെ അവർ ഓക്കെയാ. നമ്മൾ തുടക്കത്തിൽ ഇംഗ്ലീഷ് പറയുമ്പോൾ ടീച്ചർ ഒരു ടൂറിസ്റ്റ് ആണ്, ടീച്ചർ ഒന്നും അവരായിട്ടൊന്ന് സിങ്ക് ആവും. കുറച്ച് ബോൺജോർ എന്ന് പറഞ്ഞാൽ തിരിച്ച് ബോൺജോർ എന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങിയാൽ മതി. താങ്ക് യു. ഒരു മേഴ്സി എല്ലായിടത്തും മേഴ്സി അമ്മേനെ എല്ലായിടത്തും മേഴ്സി അമ്മയാണ്. കണ്ടോ ഗൈസ്, ആലുവപ്പാലം ആലുവപ്പാലം ഇറക്കാനുള്ളവരൊക്കെ അറിയിക്കോ. ആലുവപ്പാലം ഇതാ പെരിയാറ്. പെരിയാറിന് പേര് ഇവിടെ സ്റ്റേഷനാണ്. പോയേട്ടാ ഇപ്പൊ വണ്ടി എടുത്തിട്ട് ഒരു 10-15 മിനിറ്റല്ലേ ഉള്ളൂ. അപ്പൊ നമ്മള് ലൈനൊക്കെ ഇങ്ങനെ ബ്രെയിൻ സെറ്റായി വരുന്നേ ഉള്ളൂ. ആദ്യം ഞങ്ങളുടെ ഫ്രണ്ടില് വണ്ടി ഉണ്ടെങ്കിൽ ഞങ്ങക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം ഒരു വണ്ടി ഫ്രണ്ടിൽ പോയാലും നമ്മൾ തന്നെ ഫോളോ ചെയ്യും. അട്ട പോലെ ഇങ്ങനെ പിടിച്ചിരിക്കും. ഇനി അയാളുടെ വീട്ടിൽ പോകണേ ഞങ്ങൾ അയാളുടെ പുറകെ അയാളുടെ വീട്ടിൽ പോകും. എനിക്ക് വഴി അറിയില്ലെന്നുണ്ടെങ്കിൽ അയാൾ വല്ല മറ്റേ സ്പൈ പോലാന്ന് നമ്മൾ ഈ വണ്ടി കുറെ നേരിട്ട് ഫോളോ ചെയ്ത് ചേട്ടൻ റൈറ്റ് എടുക്കാൻ അറിയാത്തോണ്ടെന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ലൈൻ മാറ്റമുള്ളതുകൊണ്ടും സൈഡ് മാറ്റമുള്ളതുകൊണ്ടും നമ്മള് അവിടെ ഓസ്ട്രേലിയയിലോ ഇന്ത്യയിലോ എടുക്കുന്ന പോലെ അല്ല ഇവിടെ. അങ്ങനെയല്ല, സ്ട്രേറ്റ് റോഡ് കുഴപ്പമില്ല. സ്ട്രേറ്റ് റോഡ് നമുക്ക് മനസ്സിലാവും, ഒരു വണ്ടി കുറെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. റോഡിന് തിരിയുമ്പോൾ കാരണം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് ലെഫ്റ്റ് ലൈൻ അങ്ങ് പിടിക്കും. പക്ഷെ ഇവിടെ റൈറ്റ് ഒട്ടി ഫുള്ള് റൈറ്റ് നിൽക്കണം, മനസ്സിലാവല്ലോ. എനിക്ക് ഓർമ്മ വലിയൊരു മിസ്റ്റേക്ക് പറ്റിയപ്പോ ഓൾറെഡി. പിന്നെ ഭാഗ്യത്തിന് വലിയ സീനില്ല, ഇതായോണ്ട് ചത്തില്ല. പക്ഷെ അത് ഒരു കുറച്ച് നേരം എടുക്കും. ഇപ്പൊ ഒരു 15 മിനിറ്റ് ആയുള്ളൂ നമ്മൾ വണ്ടി എടുത്തിട്ടില്ല. ഇപ്പൊ ഒരു മണിക്കൂർ
നമ്മൾ സെറ്റ് ആവണം. അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേട്ടൻ്റെ പുറകെ ഞങ്ങൾ പോകുന്നത്. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവം ആ ചേട്ടൻ ഞങ്ങൾക്ക് റൈറ്റ് പോകണം. അപ്പൊ ആ ചേട്ടന് റൈറ്റ് പോകണം ഉണ്ടാവണേന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാഗ്യത്തിൽ ആ ചേട്ടൻ പോയി. അപ്പൊ ഇങ്ങനെ ഓരോ വട്ടം എല്ലാത്തിന്റെയും ഓരോ വട്ടം ഇപ്പൊ റൈറ്റ് പോകാൻ പഠിച്ച്, ഇനിയിപ്പോ റൗണ്ട് അബൌട്ട് അങ്ങനെ എന്തെങ്കിലും സാധനം കൂടെ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ അത് പഠിച്ചു. അങ്ങനെ ഓരോ വട്ടം ഓരോന്ന് വെച്ച് നോക്കിയാൽ മതി. അതെ, നമ്മള് ലിറ്ററലി എന്താ പറയാ, ട്രയൽ ബൈ ഫയർ എന്നൊക്കെ പറയുമല്ലോ. നമുക്ക് വണ്ടി എടുത്തത് ഫസ്റ്റ് ഓടിക്കുന്നത് പാരീസില്. ഏത് ഈ ഇങ്ങനത്തെ ഈ റൈറ്റ് സൈഡ്. ഓ, ഇനി അല്ലാണ്ട് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഓക്കേ റൈറ്റിൽ ഓടിക്കാം. ആദ്യം നമുക്കിങ്ങനെ ഭയങ്കര എന്തോ നമ്മൾ തെറ്റ് ചെയ്യുന്ന പോലെയാണ്. തെറ്റല്ല, പക്ഷെ നമ്മുടെ ബ്രെയിൻ അത് ഇതല്ലല്ലോ. ദൈവമേ, ഇനി ഈ ചേട്ടൻ ഞങ്ങളുടെ ഹോട്ടലിൽ വരണേ, ഞങ്ങളുടെ കൂടെ വരണേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇനി ആ ചേട്ടൻ ലണ്ടനാ പോകുന്നെങ്കിൽ നമ്മൾ ലണ്ടനിൽ പോകുന്നു കേട്ടോ. ഏത് നരകത്തേക്കാണെങ്കിൽ ഞങ്ങൾ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ സൈക്കിളുകാര്, ബൈക്കും പെഡസ്ട്രിയൻസും ഒരു കുഴപ്പമില്ല, പക്ഷെ സൈക്കിളും മറ്റൊരു വീഡിയോ കണ്ടില്ലേ, മറ്റേ ഒരു അപ്പാപ്പനും അമ്മാമ്മയുടെയും രാവിലെ കണ്ടു. അവർ പറയുന്നത് ഞാൻ ഐ നെവർ ഡ്രൈവ് ഇൻ പാരീസ്. ലൈക് പുള്ളി ലോക്കലാ, പാരീസിനാ, പക്ഷെ ഐ നെവർ ഡ്രൈവ് ഇൻ പാരീസ്. വെരി വെരി ഹെക്ടിക്. ഞങ്ങൾക്ക് ഇവിടുന്ന് വന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്യില്ലേ, കടന്നു പോയാൽ മതി. അയ്യോ, ഒരു ബസ്സായിട്ട് ഇടയ്ക്ക് ഞങ്ങൾക്ക് പാരീസിൽ നിന്ന് വിട്ടുപോയാൽ മതി ഇപ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ കഴിഞ്ഞു, ഞങ്ങളുടെ പാരീസിലെ 2 ദിവസത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ബെൽജിയം പോകുന്നു. അപ്പോൾ ഈ പാരീസിൻ്റെ ഈ ഒരു സിറ്റി ലിമിറ്റ്സിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ നമുക്ക് സീനില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോൾ ഓരോ മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ അശ്വിൻ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് വരുമല്ലോ, അപ്പോൾ സീനില്ല. പക്ഷേ ഈ ഇപ്പോൾ വണ്ടി എടുത്തത് ഗാർഡനോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ നമ്മുടെ സെൻട്രൽ സ്റ്റേഷൻ പോലത്തെ സ്ഥലം, അവിടുത്താണ് വണ്ടി എടുത്തോണ്ട് വന്നത്. സെൻട്രൽ സ്റ്റേഷന്റെ അടുത്ത് എനിക്ക് ഇപ്പോഴും വണ്ടി ഓടിക്കാൻ പേടിയാ സിഡ്നിയില്. അതെ, സിഡ്നിയില് അത്രയ്ക്ക് ട്രാഫിക്. പക്ഷെ കുഴപ്പമില്ല, അതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോ 2 സൈഡ് ഓടിച്ചു. നമ്മള് അവിടുന്ന് പാരീസ് സിറ്റി കൂടെ ഒക്കെ ഓടിച്ച് നല്ല സക്സസ്ഫുൾ ആയിട്ട് ഓടിച്ചിട്ട് ഹോട്ടലിൽ ചെന്നു, പെട്ടിയൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ നേരെ അപ്പൊ ബെൽജിയം അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഹൈവേ കയറി കുറച്ച് നേരം ഇച്ചിരി പാരീസിന്റെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, ടൗൺ സിറ്റി ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ നേരെ ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഒരു 3 മണിക്കൂർ, നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഇപ്പൊ 1/2 മണിക്കൂറായി. ഇനി മൊത്തം ഒരു 3 മണിക്കൂറായിരുന്നു കാണിക്കുന്നത് പാരീസ് ടു ബെൽജിയം. ഞങ്ങൾ നിൽക്കുന്നത് ഗെന്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഗെന്റ് എന്ന് പറയുന്നത് ബ്രൂഷലും അല്ല ബ്രസൽസിലും അല്ല, ഇതിന്റെ രണ്ടിന്റെയും നടുക്കുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് ഗെന്റ്. അപ്പൊ ഞങ്ങള് അങ്ങനെ ഒരു ചെറിയൊരു സ്ഥലത്താണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി 2.5 മണിക്കൂറിൽ നമ്മൾ എത്തും. ബാക്കി ഹൈവേ കാര്യങ്ങളൊക്കെ നമ്മള് അവിടുത്തെ പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല, കുഴപ്പമില്ല, നോർമലായിട്ടിരുന്നു. അവിടെ പാരീസിന്റെ അകത്ത് ഓടിക്കാൻ അത് എസ്പെഷ്യലി ഇങ്ങനെ പെട്ടെന്ന് സൈഡ് മാറിയ വണ്ടി എടുത്ത് നേരെ എത്തുന്നത് പാരീസിന്റെ ഒരു സിറ്റിക്കകത്ത് ഓടിക്കുക എന്നുള്ളത് ചെറിയ ഡിഫിക്കൽട്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഫോർ 30 മിനിറ്റ്സ് പോകുന്ന വഴിക്ക് നോക്കി മസ്റ്റർഡ് അല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് കനോലയാന്ന് തോന്നുന്നു. എല്ലാ ഭംഗി, ഒരു രക്ഷയില്ല. നമ്മള് പാരീസിന്ന് ഇവിടുന്ന് ഇപ്പൊ എന്റെ ലൊക്കേഷൻ ഇപ്പൊ ഇവിടെയാണ്, ബെൽജിയത്തോട്ട് പോകുന്നതാണ്. അപ്പോൾ പാരീസിന് നേരെ മുകളിലാണ് ബെൽജിയം, പിന്നെ അതിൻ്റെ മുകളിലാണ് നെതർലൻഡ്സ്. അപ്പോൾ നമ്മൾ ഈ റൂട്ടാണ് പോകുന്നത്. നമുക്കിനിയൊരു എത്ര മണിക്കൂറും കൂടെ ഉണ്ട്, ഒരു 1.25 മണിക്കൂറും കൂടെ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ റൂട്ട് പോകുന്നത്, മുകളിലോട്ട്. അപ്പോൾ അല്ലാണ്ട് ഒരു ഹൈ ലെവൽ നോക്കുകയാണെങ്കിൽ പാരീസ് ഇവിടെ, ബെൽജിയം ഇവിടെ, നമ്മളിങ്ങനെ പോകുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ബെൽജിയം ബ്രസൽസിലോടല്ല പോകുന്നത്, ഈ ഗെന്റ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഗെന്റ് എന്ന് പറയുന്നത് ഈ ബ്രസൽസിൻ്റെയും ബ്രൂഷിൻ്റെയും നടുക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്.
ബെൽജിയം ഇപ്പൊ നമ്മൾ കടന്നത് ബെൽജിയം ബോർഡറാണ്. ചെറിയ 2 ബോർഡ് വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ബെൽജിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വലിയ ബോർഡും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മള് ഗെന്റ് എത്തിട്ടോ. ഗെന്റ് ഇതാ ചെറിയൊരു, ഇത് ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. നമ്മളെ അക്കോമഡേഷൻ എത്തും. നമ്മളെ ഗെന്റിലെത്തിട്ടോ. വണ്ടി പാർക്ക് ചെയ്തു, ലഗേജ് കൊണ്ട് അവിടെ വെച്ചു. എന്നിട്ട് കൊണ്ട് വണ്ടി അവിടെ അവർക്ക് പാർക്കിംഗ് ഇല്ലായിരുന്നു, ഫുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ടു. ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം ഗെന്റ്. ഒരു എനിക്കിങ്ങനെ, ഞാൻ എൻ്റെ ഫോട്ടോസ് വീഡിയോസ് കണ്ടിട്ട് ഞാനിവിടെ ബുക്ക് ചെയ്തേ. പക്ഷേ രാത്രി കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഇതിൻ്റെ ഈ സെൻറ്റർ മൊത്തം ഇങ്ങനെയാണ്. എന്തൊരു വണ്ടർലാൻഡ് പോലത്തെ ഒരു സ്ഥലം. കാണിച്ചു തരാം, ജസ്റ്റ് ഒരു സ്നീക്ക് പീക്ക് കാണിച്ചു തരാം. നാളെ വിശദമായിട്ട് നമുക്ക് കാണാം. വീഴാൻ പോയി. ഫുൾ ഇങ്ങനത്തെ ബിൽഡിങ്സും എല്ലാം ഒരേ കളറിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി. ഇതുണ്ടോ എന്ത് വലിയ ടോളാ നോക്ക് പള്ളി ഉണ്ടോ. ഹോട്ടൽ ഇതായതും ഇതാണ് നമ്മുടെ ഗെന്റിലെ റൂം. നല്ല നല്ല ഹോട്ടലാണ് കേട്ടോ. ലൊക്കേഷനും നല്ലതാണ്. ഇത് വാഷ്റൂം, കയറുന്ന പാട് ലെഫ്റ്റിലെ വാഷ്റൂം. ബേസിക് ആയിട്ടുള്ള ഷവറുണ്ട്. പിന്നെതാ ബെഡ് ഏരിയ. ഇത് എന്ത് വ്യൂ ആ? മറ്റേ പള്ളിയാണോ? കാണുന്നില്ല, രാവിലെ കാണാം. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. നമ്മൾ പാരീസിലെ 2nd ഡേയും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വന്നതും ഗെന്റിൻ്റെ ജസ്റ്റ് ഒരു സ്നീക്ക് പീക്ക് നിങ്ങൾക്ക് തന്നതും. ബ്യൂട്ടിഫുൾ ഒരു സ്ഥലമെന്ന് വിചാരിക്കുന്നു. എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അശ്വിനോട് പറയുന്നത് ഞാൻ വരുന്നില്ല, തിരിച്ച് ഞാൻ അവിടെ തന്നെ നിൽക്കുന്നത്. ഗെന്റ് പ്രത്യേകിച്ച് രാത്രി കണ്ടിട്ടാന്ന് തോന്നും, ഒരു രക്ഷയില്ല. ഭയങ്കര ഗോൾഡൻ കളറിലും ലൈറ്റൊക്കെ ഇട്ടിട്ട് എല്ലാ ബിൽഡിങ്ങിനും ഒരേപോലത്തെ കളറൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനി അടുത്ത 2 ദിവസം നമ്മൾ ബെൽജിയം ആയിരിക്കും. ഗെന്റും പിന്നെ പറ്റിയ ബ്രൂഷോ ബ്രസൽസോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലവും കൂടെ നമ്മൾ പോകും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.